ചില കാലങ്ങൾ മൈത്രേനെ കേൾക്കുമ്പോൾ തോന്നും മൈത്രേൻ വലിയ വേദാന്തിയാണ്. എന്തിന്റെ സുഖേടാ? ചില കാലങ്ങളിൽ ചിലത് കേൾക്കുമ്പോൾ തോന്നും മൈത്രേൻ മഹാബോറനാണെന്നും ഒരു പൊതുശല്യമാണെന്നും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേൻ നന്നായി അറിഞ്ഞൂടാ. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാട്. കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു. താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസം ഒന്നുള്ള ആളല്ല, വിവരമുള്ള ആളാ. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നില്ല? അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്തോന്നാടോ എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാണ്. ഇത് എന്റെ ജീവിതം. വേണ്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനമല്ല. അതെ, പിന്നെ തനിക്കത് ആരാ? മൈത്രേൻ, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ച് മനസ്സിലാക്ക്. മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. എനിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അതുകൊണ്ട് ആ അതിർത്തി അവിടെ പോയി. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ആ ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഫ്രഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോവാം. സത്യമായിട്ടും ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. പറഞ്ഞിട്ടില്ല. ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ആദ്യം മൈത്രേൻ സാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരം ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. ഞാൻ അതിനൊക്കെ മറുപടി പോകാനായിട്ടോ വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഇരുത്താം. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.